6:30 എല്ലാവരും തിരിക്കണേ. നമുക്ക് പോയിട്ട് റെഡി ആവും. ഇവിടെ നല്ല തണുപ്പാണ്. അതാണ് ഞാൻ ഇന്നത്തെ കോസ്റ്റ്യൂം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് കല്യാണമാണ്. എന്താണ് പറയാനുള്ളത്? കല്യാണത്തെ പറ്റിട്ട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്റെ കല്യാണം ഒരു 5 കൊല്ലം കഴിഞ്ഞുണ്ടാവും. ആ കല്യാണമല്ല, ഇന്നത്തെ കല്യാണം. ഇന്നത്തെ കല്യാണം നമ്മൾ തകർക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും എണീച്ചിട്ട് നല്ല കോടമഞ്ഞ് വീണ് നമ്മുടെ എവിടെ വയനാട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ നമുക്ക് നല്ല തണുക്കുണ്ട്. ബാക്കിൽ നമ്മുടെ മാഡം വരുന്നുണ്ട്. മാഡത്തിന് ഹായ് മാഡം. വീഡിയോ എടുക്കാൻ പറ്റില്ല, എല്ലാരും ഉറങ്ങി എണീച്ച കോലത്തിലാണ്. ബൈ. എന്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. കാരണം ഇങ്ങനെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയത്. വെഡിങ്ങിന്റെ 2ാം ദിവസം ഇതിന്റെ 3ാമത്തെ വ്ളോഗാണ്. ഈ കുട്ടിയുണ്ട് കല്യാണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. എവിടെ UK, അമേരിക്ക, കാനഡ, എവിടെ അങ്ങനെ എക്സ്പ്രഷൻ നമുക്കൊരു ഫോട്ടോ. കല്യാണം കഴിക്കാൻ പോവാണ്. നമ്മൾ ഓടിനോട് കണ്ണാണ്ട് പറ്റി 2 വാക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞ കൊളാവും. നിങ്ങൾ 3 എടുത്തുന്നു.
Sukamanam. So how's Kerala? Kerala. I want to come back every year. Guys, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. 2 ഓർഡർ കൂടുതൽ. ഞാനും കണ്ണേട്ടനും ഇതച്ചിയും ഫോട്ടോ എടുത്തു. അതെ, നാളെ നമുക്ക് റിസപ്ഷൻ ഉണ്ട്. ഇവളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത്ര ഈ ഫോട്ടോ. ബക്കറ്റ് ലിസ്റ്റ് കുട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ എപ്പോഴും കണ്ണേട്ടൻ കല്യാണം കഴിക്കണ വെച്ച് മുന്നേ പറയും. കണ്ണേട്ടൻ കല്യാണം കഴിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടാളിൽ നിന്ന് നടുവിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കുന്നു എപ്പോഴും പറയുന്നുണ്ട്. അതാണ് നമ്മൾ സാക്ഷാത്കരിച്ചു. നമുക്ക് ഫുഡ് കഴിക്കാം. എന്താ പച്ചച്ചോറഞ്ഞാണ്? അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നാളെ ഹായ് പറയൂ. ഇപ്പഴാണ് അങ്ങനെ എന്താണ് എനിക്ക് തോന്നുന്നത്? ഇഷ്കിന്റെ ഫുഡ് കഴിച്ചോളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊക്കെ ഡെഡായിരുന്നു. ഇങ്ങനെ ഫോണൊക്കെ ചാർജ് കഴിഞ്ഞ് ഇങ്ങനെ ഏതൊക്കെ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത്. പിന്നെ ഫുള്ള് ഞങ്ങള് തവനൂർ എത്തണ വരെ മൊത്തം ഡാൻസ് ആയിരുന്നു. എത്രത്തോളം മാക്സിമം എൻജോയ് ആക്കാൻ പറ്റുമോ അത്രയും എൻജോയ് ആക്കി. കാരണം ഈ കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഒരു വഴിക്ക് പോവല്ലേ, അപ്പം അത്ര എൻജോയ് ആക്കി ഞങ്ങൾ.
മോളൊന്ന് ഹിത കുറച്ച് ഇങ്ങോട്ട് ഇതിലേക്ക്. ആ അങ്ങനെ അങ്ങനെ താവണ്ട അങ്ങനെ താവണ്ട. സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ചിരിച്ചിട്ട് പേടിച്ചേ. ഹാപ്പിയായിട്ട് നമ്മുടെ ഫേസിൽ നോക്കി. ഓക്കെ മുമ്പിലെടുത്ത് വലത്തന്നെ വെച്ച് കട്ടിലട അവിടെ നിൽക്കണം. കുഞ്ഞു കുഞ്ഞു ഓക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എടുത്ത വീഡിയോ മൊത്തം സ്ലോ മോഷനാണെന്ന് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ആക്കുമ്പോഴാണ് ഞാൻ അറിയണത്. ഞാനിതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ഇപ്പം ഇത് ക്യൂട്ട്നെസ് ഇട്ട മാതിരി ആയിട്ടുണ്ട്. ഒരുപ്പ വരും അപ്പോൾ വന്നിട്ടുണ്ട്. This is for you guys. ഷാളെടുത്തോ? Rose. I need some rose. എല്ലാരും ഒന്ന് ചിരിക്കട്ടെ. ആ ബസ്സിൽ നിന്ന് വന്നപ്പോ ചെങ്ങായി ശരിക്കും പേടിച്ച് പോക്കൊക്കെ വന്നപ്പോ അല്ല ഒന്ന് സ്മോക്ക് ഇടണ്ടേ? അതെ ഫസ്റ്റ് നൈറ്റ് ആണ് എല്ലാവരും ആഘോഷത്തിലാണ്. നമ്മുടെ കണ്ണേട്ടന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്, അതായത് ശാന്തി മുഹൂർത്തം. അപ്പൊ എല്ലാവിധ ശാന്തി ഞങ്ങൾ നേരുന്നു. അങ്ങനെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണേട്ടന്റെ ആദ്യരാത്രിയാണ്. നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ കല്യാണത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് വധുവിനോട് വരനോട് നമുക്ക് ചോദിക്കാം. ആദ്യം കണ്ണേട്ടൻ. ചേച്ചിക്ക് എന്താണ്
പെട്ടെന്ന് ഹാപ്പിയാണ്. ഇങ്ങനത്തെ വിഭാഗക്കാരെ കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ ചടങ്ങിനായിട്ട് ഒരു ചെറിയൊരു സ്വർണം കെട്ടി കൊടുക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ നമ്മുടെ മൂത്ത ജ്യേഷ്ഠനായ അപ്പൂട്ടന് അടുത്തതായി ചേച്ചിയുടെ കൈകൾ കെട്ടിക്കൊടുക്കാൻ, അതായത് നമ്മളെ സ്വന്തം ഇന്റർവെറ്റ് ആയ ഒരു ചേച്ചി വിളിക്കും. കുറച്ച് ദിവസം അത് കൊടുക്കണം. വീഡിയോ കോളായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ കല്യാണത്തിന്റെ വ്ളോഗ്. എന്തൊക്കെയോ വീഡിയോസ് മിസ്സിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.